നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോയി അമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നോ അമ്മേ? അവള് ഇങ്ങോട്ട് അടുക്കളയിൽ എങ്ങനെ കാണും? അമ്മ എന്താ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്നേ? അല്ല, എനിക്കതൊന്ന് കാണാമോ? അതിനെന്ത്? ഇതാരാന്ന് മനസ്സിലാക്കി മോളൊന്ന് പറ. ഇത് സഞ്ജു അല്ലേ? അതെ മോളെ, അവന്റെ 1 വയസ്സാകുന്നതിന് മുൻപുള്ള ഫോട്ടോയാ. ഇങ്ങനെയെങ്കിലും 1 വയസ്സുകാരനൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. സഞ്ജു അടുത്ത കാലത്തെങ്ങാനും ഈ ഫോട്ടോ കണ്ടിട്ടുണ്ടോ അമ്മ? ഞാനിതൊന്നും അവനെ കാണിക്കാറില്ല മോളെ. ഇന്നിപ്പോ ഇതെടുക്കാൻ കാരണം നാളെ അവന്റെ ബർത്ത്ഡേയാ. എന്നാ അമ്മേ, നമുക്കിതൊന്ന് ആഘോഷിക്കണമല്ലോ. സഞ്ജുവേട്ടന്റെ ബർത്ത്ഡേ ആണോ നാളെ? അതെ മോളെ. എന്നിട്ട് അമ്മ ഇതെന്താ നേരത്തെ എന്നോട് പറയാതിരുന്നത്? നീ കുട്ടിക്കാലത്തെ സഞ്ജുവിന്റെ ഫോട്ടോ കണ്ടിട്ടില്ലല്ലോ? അതൊന്ന് കാണിച്ചു കൊടുക്കും മോളെ. എവിടെ ഫോട്ടോ? എവിടെ? കണ്ടോ? ഇത് സഞ്ജുവേട്ടന്റെ ഏത് പ്രായത്തിലുള്ള ഫോട്ടോയാ അമ്മേ? 1 വയസ്സാകുന്നതിന് മുൻപുള്ള ഫോട്ടോയാ. ഓ, നന്ദൂട്ടനെ ഇതുപോലെ തന്നെയായിരുന്നു. അവന്റെ മുടി കുറച്ച് ചുരുണ്ടതായിരുന്നേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് സഞ്ജുവേട്ടനെ കാണാൻ. ബർത്ത്ഡേയുടെ കാര്യമൊന്നും അവൻ ഓർത്തിട്ട് കൂടിയില്ല. ഇത് ജന്മനക്ഷത്രം വെച്ച് വരുന്ന പിറന്നാളാ. ശരിക്കും ആഘോഷിക്കേണ്ടത് ഇതാണമ്മേ. നമുക്കിത് ഗംഭീരായിട്ട് ആഘോഷിക്കാം, അല്ലേ ചേച്ചി? അതന്നെ ഞാനും അമ്മയോട് പറഞ്ഞത്. അവനിതിൽ വലിയ താല്പര്യമൊന്നും കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മോൾക്കറിയാലോ അവന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ. അമ്മേ, രാവിലെ തന്നെ സഞ്ജുവേട്ടനും കൂട്ടി ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകൾ നടത്തണം. പിന്നെ അവിടെ അന്നദാനത്തിനുള്ള പണവും അടയ്ക്കണം. വീട്ടിൽ നമുക്ക് പിറന്നാൾ സദ്യ ഗംഭീരായിട്ട് ഒരുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ. അമ്മേ, സഞ്ജുവേട്ടന്റെ ഈ ഫോട്ടോ ഞാൻ വെച്ചോട്ടെ? അത് മോളെ, ഞാനിതേ ഒരു അമൂല്യനിധി പോലെ സൂക്ഷിക്കുന്നതാ. ഇങ്ങ് തന്നേക്ക്, അതെന്റെ കയ്യിലിരുന്നോട്ടെ. നീ അതങ്ങ് കൊടുക്കില്ലച്ചോ? ഞാനേ ഇതൊന്ന് ശരിക്ക് കണ്ടിട്ട് ഞാൻ തന്നെ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുതരാം. മോളെ, അഖണ്ഡ ജ്യോതിക്ക് നീ അണിഞ്ഞ സാരിയായത്. നിന്റെ ജീവിതത്തിൽ നിന്ന് നിനക്ക് മറന്നുകളയാൻ കഴിയാത്ത നിമിഷമല്ലേ അത്? ഈ ഡ്രസ് ഏതാണെന്ന് ഇപ്പൊ ലച്ചുന് മനസ്സിലായോ?
ഈ ഹാഫ് സാരി ലച്ചു, അതെ, അത് തന്നെ. അഖണ്ഡ ജ്യോതി, ശിവക്കാവ്. കരുനാഗങ്ങൾ നിറഞ്ഞ കാട്ടില് അർദ്ധരാത്രിയിൽ ശിവലിംഗത്തിന് മുന്നില് അഖണ്ഡ ജ്യോതി തെളിയിക്കാനായി തലയിലും കയ്യിലും അഖണ്ഡ ജ്യോതിയുമായി മരണത്തെ മുഖാമുഖം കണ്ട ഒരു യാത്ര. മറക്കാൻ കഴിയൂ ലച്ചുനത്? ഒരുപാട് സുമംഗലികൾ വിഷം തീണ്ടി മരിച്ചും ശിരസിലെ അഗ്നി പടർന്ന് വെന്ത് വെണ്ണീറായും ജീവൻ ബലിയർപ്പിച്ച പാതയിലൂടെ അവസാന ലക്ഷ്യം കണ്ടവളാ ലച്ചു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ശിവലിംഗത്തിന് മുന്നിൽ വീണ്ടും അഖണ്ഡ ജ്യോതി തെളിഞ്ഞു. ആ നിമിഷങ്ങൾ നിനക്ക് ഓർമ്മ വരുന്നില്ല ലച്ചു? അന്ന് ലച്ചു ധരിച്ച സാരി ഏത്? അതെ, ലച്ചു ധരിച്ച സാരി ഏത്? ലച്ചുവിന് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. ഈശ്വര, ഡോക്ടർക്ക് ആളുകളെ കളിയാക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മോൾ അങ്ങനെ ഏതെങ്കിലും പൂജയിൽ പങ്കെടുത്തിട്ടുണ്ടോ? എന്റെ അമ്മേ, വീടും എന്റെ ഗ്രാമവും പിന്നെ പെരുവണ്ണാപുരത്തെ ക്ഷേത്രവും അല്ലാതെ ഞാൻ ഇനി ഇതുവരെ ഒരിടത്തും പോയിട്ടില്ല. ഡോക്ടർ പറയുന്നത് ഏതോ പൂജയാണെന്ന് എനിക്ക് മനസ്സിലായി. അമ്മേ, ഡോക്ടർ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാ. ദാ, ഈ സാരി ഡോക്ടർ തന്നെ വെച്ചോ. അനിയത്തിക്കുട്ടിയുടെ സാരിയാണെങ്കിൽ മറക്കാതെ തിരിച്ചു കൊടുക്കണേ. അമ്മേ, ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വേഗം വരാം. അമ്മ ഡോക്ടർക്ക് ചായ കൊടുക്ക്. ഇത് ലച്ചു അഖണ്ഡ ജ്യോതി എടുത്തപ്പോ ധരിച്ച സാരിയാ. ഇത് കണ്ടാൽ അവള് പലതും ഓർക്കുമെന്ന് കരുതിയ മനയിൽ നിന്ന് ഞാൻ ഈ സാരിയും എടുത്തു വന്നത്. അതുപോലും അവളുടെ മനസ്സിലെ ഓർമ്മയിൽ ഒരിടത്തും ഇല്ലെന്ന് ഗോവിന്ദന് മനസ്സിലായില്ലേ? സാരമില്ല, മോനിരിക്കെ, ഞാൻ ചായ എടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.